പരീക്ഷ എന്നത് ഒരു മനുഷ്യന്റെ അഭിലാഷത്തിന്റെ ആദ്യത്തെ പടിയാണ്. അവന്റെ ജീവിതത്തിൽ അവൻ എന്തായി തീരണമോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പടിയാണ് 10ാം ക്ലാസ്സിലെ പരീക്ഷ മുതൽ പിന്നെ തുടങ്ങും. ഓരോ പരീക്ഷകളും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഓരോ പരീക്ഷകളും SSLC ആകുമ്പോൾ നമുക്ക് ബേജാറാണ്. അതിനുമുമ്പ് വാള് പറ്റൂല, മൈക്കിന് പെർമിഷൻ പറ്റൂല, കുട്ടി ഉറങ്ങാതിരിക്കാൻ ബന്ധുവീടുകളിൽ പോവില്ല, ധാരാളം മുൻകരുതൽ നമ്മൾ എടുക്കാറുണ്ട്. അന്ന് യാത്രകളൊക്കെ ഒഴിവാക്കും, കുട്ടികളെ നേരത്തെ ഇരുത്തി പഠിപ്പിക്കും. പക്ഷെ നമ്മൾ ആരെങ്കിലും ഇതേവരെ നമ്മുടെ കുഞ്ഞൊരു പരീക്ഷ എഴുതാൻ പോകുമ്പോ അതിൽ ഇസ്ലാമികമായി അള്ളാഹു എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ട് നമ്മുടെ മക്കളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാൽ ബാക്കി എല്ലാ തയ്യാറെടുപ്പ് നടത്തുന്നതിനേക്കാൾ 10 ഇരട്ടി മാർക്കും 10 ഇരട്ടി റിസൾട്ടും കിട്ടും ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്താൽ. കാരണം ഇത് ഖുർആനും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആദ്യമായി ചെയ്യേണ്ടത് പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് 2 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കുക. 4500 രൂപ ഷക്കീർ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കാരണം പരീക്ഷ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മുഖ്യമായ കാര്യം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫസഅു അംറുൻ, അല്ലാഹുവിന്റെ റസൂലിന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബേജാറോ വിഷമമോ വന്നാൽ ഫസിഅ ഇലസ്സലാ, അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരത്തിലേക്ക് തിരിയുമായിരുന്നു. ഫൽയതവല്ല, നബി തങ്ങൾ വുളൂ ചെയ്യും, എന്നിട്ടോ ഫസല്ലാ റകഅതൈനി, 2 റകഅത്ത് നിസ്കരിക്കും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മാത്രമല്ല അല്ലാഹു പറഞ്ഞതെന്താ? യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾക്ക് ഏത് കാര്യത്തിലും എന്റെ സഹായം കിട്ടണമെങ്കിൽ നമസ്കാരം കൊണ്ട് നിങ്ങൾ എന്നോട് സഹായം തേടണേ. പരീക്ഷ എന്നത് വളരെ ബേജാറാണ്, മനസ്സിന് സമാധാനമില്ല. ആദ്യം ചെയ്യേണ്ടത് 2 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കണം. 2 റക്അത്ത് ഫസ്റ്റ് തുടങ്ങി ഹാജത്ത് നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഏറ്റവും അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി, സത്യവിശ്വാസിയുടെ പ്രധാനപ്പെട്ട ആയുധം ദുആയാണ്. ബദറിൽ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്യിച്ചത് തലേ ദിവസം രാത്രി ചെയ്ത ദുആ കൊണ്ടാണ്. അതുകൊണ്ട് 2 റക്അത്ത് ഹാജത്ത് നിസ്കരിച്ചാൽ പിന്നീട് നിങ്ങൾ ദുആ ചെയ്യണേ. ആ ചെയ്യേണ്ട ദുആ ഇതാണ് മുത്തുനബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അലീം, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലാ തദ്ഇ ലനാ ദംബൻ ഇല്ലാ ഗഫർതാ, വലാ ഹമ്മൻ ഇല്ലാ ഫർജതാ, വലാ ദൈനൻ ഇല്ലാ അദൈതാ, വലാ മറദൻ ഇല്ലാ ശഫൈതാ, വലാ മരീദന ഇല്ലാ ആഫൈതാ എന്ന ദുആ ചെയ്യണം. എന്നാ പറ മനുഷ്യന്മാരെ, ഉറങ്ങങ്ങള് ദുആ ചെയ്യണം. ദുആ ചെയ്തു കഴിഞ്ഞാൽ തലേ ദിവസം നേരത്തെ കിടന്നുറങ്ങണം. പരീക്ഷയ്ക്ക് ഒത്തിരി താമസിച്ചുറങ്ങാൻ പാടില്ല, നേരത്തെ കിടന്നുറങ്ങണം. മനസ്സിലായോ? നല്ല രസം, ബാക്കി അടിപൊളി തന്നെ. പരീക്ഷ എഴുതാൻ പോണ പിള്ളേർക്കൊക്കെ സന്തോഷമായി. പരീക്ഷയ്ക്ക് നേരത്തെ കിടന്നുറങ്ങണമെന്ന് മഗ്‌രിബിന് മുമ്പേ കിടക്കണമെന്നല്ല, 10 മണിയാകുമ്പോ കിടന്നിരിക്കണം. എന്നിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ടിരുന്ന് പഠിക്കണം. ഏറ്റവും കൂടുതൽ ബുദ്ധിയിൽ കയറുന്ന സമയം തഹജ്ജുദിന്റെ സുബഹിയുടെ ഇടയിലുള്ള സമയമാണ്. ഏറ്റവും ഒരാള് 10 മണിക്ക് തലേ ദിവസം രാത്രി നിന്ന് പഠിക്കുന്നതിനേക്കാൾ 10 പ്രാവശ്യം പറയേണ്ട കാര്യം 2 പ്രാവശ്യം പറഞ്ഞാൽ തഹജ്ജുദിന്റെയും സുബഹിയുടെയും 4 മണിയുടെയും 6 മണിയുടെ ഇടയിലുള്ള സമയത്തിരുന്ന് പഠിച്ചാൽ കയറും. കാരണം അപ്പൊ അന്തരീക്ഷം ഫ്രഷാണ്, മനസ്സ് ഫ്രഷാണ്.
ഞങ്ങളൊക്കെ ഹിഫ്ള് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉസ്താദിന്റെ ഏറ്റവും വലിയ ഉപദേശമാണ് തഹജ്ജുദിന് മുമ്പിരുന്ന് പഠിക്കണം. ഞാൻ 7 മാസം കൊണ്ടാണ് ഹാഫിളായത്. കറക്റ്റ് 7 മാസം. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഹാഫിളാവാൻ പോവുക. 7 മാസം കൊണ്ട് ഹാഫിളായി. 7 മാസത്തിൽ 2 മാസം ഞാൻ അസുഖമായിട്ട് വീട്ടിൽ പോയി. ബാക്കി 5 മാസം. അന്ന് ഞാൻ പഠിക്കുന്നത് തഹജ്ജുദിനും സുബഹിയുടെ ഇടയിലുള്ള സമയമാണ്. ആ സമയത്ത് പഠിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് ആ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം പഠിക്കാനിരിക്കുക. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായി സുബഹി നിസ്കരിക്കുക. കാരണം എന്തെന്നറിയുമോ? മൻ സല്ലാ സ്വലാത്ത സുബഹി ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ആരെങ്കിലും സുബഹി നമസ്കാരം നിസ്കരിച്ചാൽ അവൻ പിന്നെ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. നമ്മുടെ ഉത്തരവാദിത്വത്തിൽ ഒരാളെ നമ്മൾ ഏറ്റെടുത്താൽ പിന്നെ അവൻ ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കില്ലേ? അന്ന് സുബഹി നിസ്കരിക്കുന്ന ആൾ അള്ളാഹുടെ ദിമ്മത്തിലാണ്, അള്ളാഹുടെ ഉത്തരവാദിത്വത്തിലാണ്. അതുകൊണ്ട് ആ സമയത്ത് അവനെന്ന് ആവശ്യമുള്ളതെല്ലാം അള്ളാഹു ചെയ്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തീർന്നില്ല. എന്നിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങണം. പഠിക്കാൻ തുടങ്ങുമ്പോൾ കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്നിട്ട് പഠിക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. പഠിക്കാൻ തുടങ്ങിയാൽ കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്ന് പഠിക്കണം. അതെന്താ കാരണം? എപ്പ പഠിക്കാൻ വേണ്ടിയിരുന്നാലും കിബിലയ്ക്ക് നേരെ ഇരിക്കണം. എന്താ കാരണം? നിങ്ങളിതൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യീൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും ഇറക്കുന്നത് കഅബയിലാണ്. അവിടെ ഇറക്കിയിട്ടാണ് പിന്നെ ആ അനുഗ്രഹങ്ങൾ വിതരണം ചെയ്യപ്പെടുക. എല്ലാ അനുഗ്രഹങ്ങളും ഇറങ്ങുന്നത് കഅബയിലാണ്. അതുകൊണ്ട് കഅബയ്ക്ക് നേരെ ഇരുന്ന് പഠിച്ചാൽ ആ അനുഗ്രഹം നിങ്ങൾക്ക് സാധ്യമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കിബിലയ്ക്ക് നേരെ ഇരുന്ന് പഠിക്കണം. എന്നിട്ട് അവസാനം പോകുന്നതിന് മുമ്പ് എല്ലാം പഠിച്ചെന്ന് ഉറപ്പാക്കിയാൽ അവൻ ചെയ്യേണ്ടത് എല്ലാം പഠിച്ചു എന്നൊക്കെ ഉറപ്പായി. ഈ ദുആയൊക്കെ ചെയ്തു, കിബിലയ്ക്ക് നേരെ ഇരുന്ന് പഠിച്ചു. എന്നിട്ട് അവൻ എല്ലാം പഠിച്ചു എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ വൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, എല്ലാം അല്ലാഹുവിലേക്ക് തവക്കുലാക്കുക. SSLC എല്ലാ ചോദ്യ ഉത്തരവും ഞാൻ പഠിച്ചു. ചില കുട്ടികൾ പറയും, പക്ഷെ പരീക്ഷ എത്തുമ്പോ മറന്നുപോകും. എല്ലാം പഠിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിലേക്ക് തവക്കുലാക്കുക. എങ്ങനെ തവക്കുലാക്കുക? പരീക്ഷ എഴുതാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാൻ എന്റെ റബ്ബിലേക്ക് തവക്കുലേൽപ്പിച്ചിട്ട് എന്റെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ഇറങ്ങാൻ നേരത്തെ ഈ ദുആ പറഞ്ഞിട്ടിറങ്ങണം. എന്നിട്ട് ഉമ്മയോടും ഉപ്പയുടെയും കയ്യിൽ പിടിച്ചിട്ട് പറയണം, ദുആ ചെയ്യണേ. ഇറങ്ങാൻ നേരത്ത് ഉമ്മയോടും ഉപ്പയോട് സലാം പറയണം. എന്നിട്ട് അവരോട് ദുആ ചെയ്യാൻ പറയണം. കാരണം 3 പേരുടെ ദുആ അല്ലാഹു തട്ടില്ല. അതിലൊന്നാമത്തെ ദുആ ഉമ്മാന്റെ ദുആയാണ്. പറയാറുണ്ടോ നിങ്ങൾ ഉമ്മാനോട്? ഇറങ്ങാൻ നേരത്തെ ഉമ്മ മൊബൈൽ ഡാറ്റ തീർന്നു, ഒന്ന് ചാർജ് ചെയ്യാൻ പൈസ അതാണ്. അല്ല, ഉമ്മാന്റെ ദുആ തട്ടില്ല. അപ്പൊ ഉമ്മാനോടും ഉപ്പാനോടും ദുആ ചെയ്യാൻ പറയണം. എന്നിട്ട് നേരെ പരീക്ഷാ ഹാളിലേക്ക് കയറണം. പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ ആ സമയത്ത് നമുക്ക് വല്ലാത്ത ബേജാറുണ്ടാവും, പരിഭ്രാന്തി ഉണ്ടാവും, ഇല്ലേ? ചോദ്യപേപ്പർ കാണുമ്പോ വല്ലാത്ത പരിഭ്രാന്തി വരും. ആ സമയത്ത് പറയണം, ബിസ്മില്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഓരോ ചോദ്യം വായിക്കാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു തുടങ്ങണം. കാരണം കുല്ലു അംരിൻ ദീബാലിൻ ലം യുബ്ദഅ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. ബിസ്മില്ലാ പറയാതെ തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം ലക്ഷണം കെട്ടതാണ്. അതിൽ നിന്ന് പരിപൂർണ ബറക്കത്ത് കിട്ടില്ല. മനസ്സിലായോ? അപ്പൊ ഇത്രയും ചെയ്യണം പരീക്ഷയ്ക്ക് വേണ്ടി. ചില ചെയ്യൂലേ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നിട്ട് ഓർമ്മശക്തി വർദ്ധിക്കുന്ന കാര്യം ചെയ്യണം.
ഓർമ്മശക്തി എല്ലാ പിള്ളേരും പറയും ഉസ്താദെ പഠിച്ചോണ്ട് പോലും മറന്നു, ഓർമ്മശക്തിയില്ല. ഓർമ്മശക്തി വർദ്ധിക്കാൻ 4 കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞിട്ട് ചെയ്യോ മക്കളെ? 1 തിലാവത്തുൽ ഖുർആൻ, പതിവായി ഖുർആൻ ഓതണം. 2 അസ്വലാ, നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. 3 അസ്സിവാക്ക്, എപ്പോഴും മിസ്വാക്ക് ചെയ്യണം. ഓർമ്മശക്തി വർദ്ധിക്കും, മിസ്വാക്ക് ചെയ്യണം. അല്ലാതെ ശിവിക്കാരയുടെ പുസ്തകം വായിച്ചിട്ടൊന്നും കാര്യമില്ല. 3 കാര്യം ഓർമ്മശക്തി വർദ്ധിക്കാൻ. 1 തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതുക. 2 നിസ്കാരം നിർവഹിക്കുക. 3 അസ്സൗമു, നോമ്പ് പിടിക്കുക. പരീക്ഷ എഴുതുന്നതിന് അന്ന് സുന്നത്തവും പിടിച്ചാൽ നല്ലതാണ്. 4 അസ്സിവാക്ക്, എന്ത് ചെയ്യുക? ഇപ്പൊ എന്ത് വർദ്ധിക്കും? ഓർമ്മശക്തി വർദ്ധിക്കും. ഇനി അവസാനത്തെ അല്ല, അതിന് മുമ്പുള്ള 2 കാര്യം കൂടെ ഉള്ളു. ഇനി ഓർമ്മശക്തി നശിപ്പിക്കുന്ന മറവിണ്ടാക്കുന്ന കാര്യം ഉപേക്ഷിക്കുക. മറവിണ്ടാക്കുന്ന കാര്യം ഏതാണ്? ശകൗതു ഇലാ വകീന സൂഅ ഹിഫ്ളി ഫാർഷിദിനി ബിതർകിൽ മആസി. ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് വല്ലാത്ത മറവി വന്നു. എന്റെ ഉസ്താദിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, എനിക്ക് വല്ലാത്ത മറവിയാണ്, എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു തരുമോ? നമ്മുടെ മക്കൾക്ക് ബ്രഹ്മിയുടെ ലേഹ്യം ഉണ്ടാക്കി കൊടുക്കും. ബ്രഹ്മി എന്ന ആയുർവേദത്തിന്റെ ഔഷധമാണ് ബ്രഹ്മി. ഒരു ബ്രഹ്മി നിന്നിട്ട് കാര്യമില്ല, നിന്റെ കയ്യിലെ ബ്രഹ്മി അങ്ങ് ഓഫാക്കണം. നിന്റെ കയ്യിലൊരു ബ്രഹ്മാസ്ത്രമുണ്ട്. എന്റെ ഉസ്താദ് പറഞ്ഞു, നീ തെറ്റ് ചെയ്യരുത്, തെറ്റുകളിലേക്ക് നോക്കാൻ പാടില്ല. അതുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും മോശമായ ചിത്രങ്ങൾ കാണാൻ പാടില്ല. എത്ര കൂടുതൽ കാണുന്നു അതിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് മറവിയുണ്ടാവും. വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിച്ചിട്ട് ഈ ഹറാമ് കാണുന്നത് ഒഴിവാക്കുക. സിനിമാ പോസ്റ്ററുകൾ ഇപ്പൊ മനസ്സിലായ? അങ്ങനെ എഴുതിയാൽ ഫുൾ A+ ആണ്. എന്നിട്ട് പരീക്ഷ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മി പറഞ്ഞിട്ട്, ഇത് ബാക്കവിയുടേതാണ്, ഓർത്തിരിക്കണേ. അപ്പോഴൊക്കെ എന്റെ കുഞ്ഞുങ്ങൾ ബാക്കവിക്ക് വേണ്ടി ദുആ ചെയ്യണേ. എഴുതുന്നതിന് തൊട്ടു മുമ്പ് സൂറത്ത് റഹ്മാനിലെ ആദ്യത്തെ 7 ആയത്ത് ഓതണം. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. 7 ആയത്ത് ഓതുക. എന്നിട്ട് മക്കൾ പരീക്ഷ എഴുതുക. അൽഹംദുലില്ലാ, ഫുൾ A+ ആയിരിക്കും. ഇങ്ങനെ ചെയ്യണ കുട്ടിക്ക് അല്ലാഹു നമ്മുടെ മക്കൾക്ക് വിജയം തരട്ടെ. ഇത് കേട്ടവരൊക്കെ കേൾക്കാത്ത